ഉപകാരം ചെയ്യണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫൽ യസ്വിൽ ഇഖ്വാന അബീഹി മിൻ ബഅദിഹി, വാപ്പയുടെ മരണശേഷം വാപ്പയുടെ സഹോദരങ്ങളോട് കുടുംബബന്ധം ചേർത്തിയാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയ്ക്ക് ജ്യേഷ്ഠനുണ്ടോ അനുജനുണ്ടോ അവർക്ക് ഉപകാരം ചെയ്യും. അവരില്ലേ വാപ്പയ്ക്ക് പെങ്ങളുണ്ടോ ജ്യേഷ്ഠത്തിയുണ്ടോ അനിയത്തിയുണ്ടോ അമ്മായിയുണ്ടോ അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക. വാപ്പയെ നമ്മൾ കണ്ടാൽ വാപ്പയ്ക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വാപ്പയുടെ ജ്യേഷ്ഠനോ അനുജനോ ചെയ്തു കൊടുത്താൽ, വാപ്പയുടെ പെങ്ങൾക്കോ സഹോദരിക്കോ ജ്യേഷ്ഠത്തിക്കോ അനിയത്തിക്കോ ചെയ്തു കൊടുത്താൽ സ്വന്തം വാപ്പയ്ക്ക് ചെയ്ത പ്രതിഫലം അതുകൊണ്ട് അള്ളാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ മരിച്ചുപോയി, ആ ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ട ഉപകാരം ഉമ്മയുടെ ജ്യേഷ്ഠത്തിയോ അനിയത്തിയോ മൂത്തമ്മയോ ഇളയമ്മയോ അവർക്ക് ചെയ്തു കൊടുത്താൽ അതിന് കൂലി കിട്ടും. ഇപ്പം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ ഒരു കേസ് വന്നു. ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി ഇബ്നു ഉമർ തങ്ങളെ, വലിയ തെറ്റ് ചെയ്തു പോയി, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ വലിയ ആലിമാണ്. സ്വഹാബികളിൽ ആലിമീങ്ങളായ സ്വഹാബികളുണ്ട്, ആലിമീങ്ങളല്ലാത്ത സ്വഹാബികളുണ്ട്. സ്വഹാബികളിൽ ഉലമായിൽപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ, സെയ്ദ് ഇബ്നു സാബിത്ത് തങ്ങൾ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് എന്നവർ. ആ ഒരു കാറ്റഗറി ഉണ്ട്, അവരൊക്കെ ആലിമീങ്ങളുടെ കാറ്റഗറിയാണ്. അങ്ങനത്തെ ഒരു മഹാനാണ് ഉമർ തങ്ങളുടെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അല്ലെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയണം. റളിയല്ലാഹു അൻഹുമാ, കാരണം ഇബ്ൻ ഉമർ, ഉമർ എന്നവരുടെ മകൻ. അപ്പോൾ ഇബിൻ മകനും സ്വഹാബിയാണ്, ഉമർ എന്നവരും സ്വഹാബിയാണ്. അതുകൊണ്ട് റളിയല്ലാഹു അൻഹു എന്ന് പോരാ, എന്ത് പറയണം? റളിയല്ലാഹു അൻഹുമാ, അവർ രണ്ടുപേരെയും അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്നാണ് അർത്ഥം വരിക. മഹാനവറുകളോട് വന്ന് പറഞ്ഞു, ഇബ്നു ഉമർ എന്നവരെ റളിയല്ലാഹു അൻഹുമാ, ഞാൻ വലിയൊരു തെറ്റ് അസബത്തു ദംബൻ, വലിയൊരു തെറ്റ് ചെയ്തു പോയി, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. മഹാനവറുകൾ ഇങ്ങനെ തല താഴ്ത്തിയിട്ട്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല, ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉമ്മക്ക് ഖാലത്തുകളുണ്ടോ, ഉമ്മയുടെ അനുജത്തിയോ ജ്യേഷ്ഠത്തിയോ ഉണ്ടോ എന്ന് ചോദിച്ചു. ആ, മൂത്തമ്മണ്ട് എന്ന് പറഞ്ഞു. സുൽ, നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയോട് അവർക്ക് നീ ഉപകാരം ചെയ്തു കൊടുക്കുക, അവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുക, അവരെ പോയി സന്തോഷിപ്പിക്കുക. ഫഇന്നൽ ഖാലത ബിമൻസിലത്തിൽ നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഉമ്മയുടെ സ്ഥാനത്താണ് ഇളയമ്മയും മൂത്തമ്മയും ഉമ്മയുടെ മരണശേഷം. അതുകൊണ്ട് നിന്റെ ഉമ്മാക്ക് നീ ഒരു ഖിദ്മത്ത് ചെയ്തു കൊടുത്താൽ അള്ളാഹു ആ തെറ്റ് നിനക്ക് മാപ്പാക്കി തന്നേക്കും. റസൂലുള്ളാഹി തങ്ങൾ അതാണ് പറയാറുള്ളത്, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാൻ. ഉമ്മ ജീവിച്ചിരിപ്പില്ല, ആ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയോ അനിയത്തിയോ ഉണ്ട്, നീ അവർക്ക് സേവനം ചെയ്തു കൊടുക്കുക, നിന്റെ തെറ്റ് അള്ളാഹു പുറത്തു തരുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഉമ്മയും വാപ്പയും വല്യപ്പയും വല്യമ്മൊക്കെ ഉണ്ട്, അവർക്കൊക്കെ തലയടിച്ച് കൊന്നാൽ എന്ത് ചെയ്യും? വല്ലാത്തൊരു ലോകമാണ്, ഭയങ്കര ഡേഞ്ചറാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ല, ആ മനുഷ്യൻ അല്ല ഇത് പ്രവർത്തിക്കുന്നത്, മയക്കുമരുന്നാണ്. ഒരു ബോധമുള്ള മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്യും. ജീവുള്ള മനുഷ്യന്മാരെങ്ങനെ അടിച്ചു കൊല്ലോ? ബോധം ഉണ്ടാവില്ല. 12 വയസ്സുള്ള ചെറുക്കൻ പറയാണ്, ഒരു കല്ലുവെട്ടിക്കുഴിയിൽ കുറച്ച് ചെറുക്കന്മാർ അവിടെ എന്തോ മയക്കുമരുന്ന് അടിക്കുന്നുണ്ട് എന്നൊരു വിവരം കിട്ടിയപ്പോൾ ഒരു അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാൾ അവിടെ പോയിട്ട് എന്താണ് ഇവർക്ക് പണി എന്ന് നോക്കാൻ വേണ്ടി പട്ടാപ്പകൽ ഒരു കല്ലുവെട്ടിക്കുഴിയിൽ ചെറുപ്പക്കാർ കുട്ടികൾ. അപ്പോൾ 12 13 വയസ്സുള്ള ചെറുക്കൻ പറയണല്ലോ, ഇങ്ങോട്ട് വരണ്ട എന്നല്ലേ പറഞ്ഞത്. ഇയാൾക്കും അത്ഭുതമായി. 40-40 വയസ്സുള്ള മനുഷ്യനോടായി പറയണത്, ഇങ്ങോട്ട് വരണ്ട എന്നല്ല പറയണത്. ആരാ? മീശ മുളക്കാത്ത ചെക്കൻ. അപ്പം അവനിത് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇയാൾ രണ്ടും കൽപ്പിച്ച് എന്താണ് ഇവിടെ നടക്കുന്നത്? അവൻ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, ഒരു കല്ലുവെട്ടിക്കുഴിയാണ്. അപ്പം അങ്ങോട്ട് നടന്ന്, ഇതിപ്പോൾ ഒരാഴ്ച മുമ്പ് നടന്ന കഥയപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങോട്ട് ഇയാൾ നടന്നു ചെന്നു. അപ്പോൾ ഈ കുട്ടികൾ മയക്കുമരുന്നടിച്ച് കിടക്കുന്നത് ഇയാൾ കണ്ടു, അവർക്ക് ബോധമുണ്ട്. അപ്പോൾ ഈ ചെറുക്കൻ വിളിച്ചു പറയാണ്, കാച്ചിക്കളഞ്ഞേക്ക്, കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, ഇനി രക്ഷയില്ല. എന്തേ പറഞ്ഞു? ഈ മനുഷ്യനെ തട്ടിയേക്ക്, ഈ മനുഷ്യനെ കൊല്ലുന്നു. എന്നാൽ നമ്മൾ മയക്കുമരുന്നടിച്ച് ഇയാൾ കണ്ടല്ലോ, ഇനി നമുക്ക് രക്ഷയില്ല. ആരോഗ്യമുള്ളതുകൊണ്ട് അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. നോക്കണം, അവരുടെ ചിന്ത പോകുന്ന പോക്ക് നോക്കണം. ഇനി ആളെ തട്ടിക്കളഞ്ഞേക്ക്, അതാണല്ലോ പറയാ. നമ്മളെ കണ്ടല്ലോ, വരണ്ടാന്ന് പറഞ്ഞ അയാൾ വന്നില്ലേ, ഇനി നമുക്ക് രക്ഷ ഉണ്ടാവില്ല, അതുകൊണ്ട് ആളെ ജീവൻ എടുക്കുക. ഇത് പറയുന്നത് മീശ മുളക്കാത്ത കുട്ടികൾ. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് ഹിദായത്ത് നൽകട്ടെ. പൈസ യഥേഷ്ടം നമ്മുടെ മക്കളുടെ കൈകളിൽ വരാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ അവസരങ്ങൾ തുറന്നു വന്നതാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ പഠിക്കുന്നവർക്കൊക്കെ അള്ളാഹുവിൻ്റെ വലിയ കാവൽ അള്ളാഹു നൽകട്ടെ. അത്തരം കെണികളിൽ ചെന്ന് പെട്ടവർക്ക് അള്ളാഹു വളരെ പെട്ടെന്ന് മോചനം നൽകട്ടെ.
വളരെ പെട്ടെന്ന് അള്ളാഹു മോചനം നൽകട്ടെ. വല്ല ജ്യൂസിലോ വെള്ളത്തിലൊക്കെ കലക്കി കൊടുത്തിട്ട് അഡിക്റ്റായി പോവാണ്. പിന്നെ ഈ മക്കൾക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ശരീരം നശിച്ചു പോവല്ലേ, ബോധം നഷ്ടപ്പെടുകയാണ്. ഒരു മണമോ രുചിയോ ഗന്ധമോ ഇല്ലാതെ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ സ്വത്വം മുഴുവൻ നഷ്ടപ്പെട്ടിങ്ങനെ ഒരു യന്ത്രമായി നിൽക്കുന്ന അവസ്ഥയായിരിക്കും ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്നാ പറയാം. ഒരു കടകുമണി പോലത്തെ സാധനം 2-3 മണികൾ വായിലിട്ടാൽ കഴിഞ്ഞു. പിന്നെ മണിക്കൂറുകളോളം അവർ വേറെ ഏതോ ലോകത്താണ്. അവർക്കറിയില്ല എന്താ ചെയ്യുന്നത്, എന്താ പ്രവർത്തിക്കുന്നത് അവർക്കറിയുന്നില്ല. ഇഞ്ചക്ഷനും സിറിഞ്ചും ബ്ലേഡുമായി നടക്കുന്ന മനുഷ്യ കുട്ടികളുണ്ടെന്നാണ്. ബ്ലേഡ് അഥവാ ഇതിൻ്റെ ക്രൈവിങ് വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്നു, ആ മുറിവിലേക്ക് പൊടി വെക്കുന്നു കുറച്ച് നേരത്തേക്ക്. തരക്കേടില്ല, ഇവർ പറയുന്ന ടെൻഷൻ അടിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ ഇതൊരു പരിഹാരമാണെങ്കിൽ ഓക്കെ. എന്നാൽ പിന്നെ നമുക്കൊന്ന് ആലോചിച്ചോ, എന്താ ഇവ ഈ പറയുന്നതിന് വല്ല ന്യായമുണ്ടോ? ടെൻഷൻ അടിച്ച മനുഷ്യൻ കള്ളുപിടിച്ചാൽ അതുകൊണ്ട് പരിഹാരമാവുന്നുണ്ടോ? ആ ബോധം തെളിഞ്ഞാൽ വീണ്ടും ആ പ്രശ്നത്തിൽ തന്നെയല്ലേ അയാൾ നിൽക്കുന്നത്. വെറുതെ പിശാച്ച് മനുഷ്യനെ വഴിപഴപ്പിക്കുക. എന്ത് തന്നെയാണെങ്കിലും ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും എന്ത് കാരണം കൊണ്ടും ഒരൽപ്പം പോലും നുണഞ്ഞു നോക്കൽ പോലും ഹറാമാണെന്ന് ശരീഅത്ത് പറഞ്ഞതാണ്. മാ യുസ്കറു കസീറുഹു ഫഖലീലുഹു ഹറാം. ഏതൊരു സാധനം നിങ്ങൾക്ക് ഇൻ എ ഗ്രേറ്റർ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ മേക്ക് യു ഇൻടോക്സിക്കേറ്റഡ്, അത് ഒരു ലെസർ ക്വാണ്ടിറ്റി പോലും നിങ്ങൾക്ക് ഹറാമാണ്. കുറച്ച് കൂടുതൽ എടുത്താൽ ഒരു കിക്ക് വരുമോ അത് കുറച്ച് ഉപയോഗിക്കലും ഹറാമാണ്. നുണഞ്ഞു നോക്കൽ ഹറാമാണ്. ടേസ്റ്റ് എന്താണെന്ന് നോക്കൽ പോലും ഹറാമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാതാപിതാക്കളോട് കുടുംബ ബന്ധം ചേർത്തണം എന്ന് പറയാണ് ശരീഅത്ത്. മാതാപിതാക്കളുടെ മരണശേഷം അവരുടെ ചോരബന്ധമുള്ള ജ്യേഷ്ഠാനുജന്മാർ, അനിയത്തിമാർ, ജ്യേഷ്ഠത്തിമാർ, അവർ വാപ്പയുടെ സ്ഥാനമാണ് അവർക്ക്, അല്ലെങ്കിൽ ഉമ്മയുടെ സ്ഥാനമാണ്. അവർക്ക് നിങ്ങൾ ചെയ്യുന്ന ഉപകാരം കൊണ്ട് അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. നോക്കണേ, ജന്മം നൽകി വാപ്പയായി ഉമ്മയായി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണിതൊക്കെ. വാപ്പയായിട്ടുണ്ട്, ഉമ്മയായിട്ടുണ്ട്, അത് മതി. അതുകൊണ്ടാണ് വാപ്പാക്കും ഉമ്മാക്കും സേവനം ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലമായി ശരീഅത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നത്. പിതൃത്വം അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത്, ഒരു കുഞ്ഞിനെ അന്നവും വെള്ളവും വെളിച്ചവും വിദ്യാഭ്യാസവും കൊടുത്ത് വളർത്തിയെടുക്കുന്നത് ചെറിയൊരു ടാസ്ക് അല്ല. അതിനാണ് അള്ളാഹു ഒരു ഉമ്മയുടെ കാലിൻ്റെ താഴെ സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കാൻ കാരണം. ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ അവർക്ക് ലേബർ പെയിൻ ഉണ്ടാവും, പ്രസവത്തിൻ്റെ വേദന ഉണ്ടാവും, സ്റ്റിച്ച് പൊട്ടുന്നുണ്ടാവും. ഉടനെ തന്നെ മറ്റൊരു ഗർഭം കൂടെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും കോംപ്ലിക്കേഷൻ ആകാം. കൈകാലുകൾക്ക് ഞരമ്പ് വലിഞ്ഞു മുറുക്കുന്ന ഞരമ്പുകൾ തടിച്ചു വരുന്ന അസുഖങ്ങൾ വരാം. ഭക്ഷണം ഛർദ്ദിച്ചു പോകുന്നുണ്ടാകും, ഭക്ഷണം കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഉറക്കം വരുന്നുണ്ടാവില്ല. ഈ യാതനകളൊക്കെ സഹിക്കുന്നത് അവരുടെ കാലിൻ്റെ താഴെ അള്ളാഹു സ്വർഗം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്ന ഒരൊറ്റ ഹദീസ് കൊണ്ട് തീർന്നു ആ വേദനയൊക്കെ, അല്ലേ? അവർക്ക് സ്വർഗമാണ്. മാതാപിതാക്കളുടെ കാലിൻ്റെ താഴെ, മാതാവിൻ്റെ ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ, ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്, നിന്റെ ഉമ്മയുടെ അടുത്ത് പോ, ആ ഉമ്മയുടെ കാലിൻ്റെ താഴെ സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രസവിച്ചപ്പോഴാണ് കിട്ടുന്നത്, അല്ലേ? ജന്മം നൽകിയപ്പോൾ കിട്ടിയതാണ്. വാപ്പ എന്ന് പറയുന്നത് ഫഇന്നഹു ഔസതു അബ്വാബിൽ ജന്ന, ഹി ഈസ് ദ മിഡിൽ ഡോർ ഓഫ് ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള വാതിലാണ്. ഇൻ ശിഅത, നീ വേണമെങ്കിൽ അവിടെ പിടിച്ചു വെച്ചോ, അല്ലെങ്കിൽ നീ ഒഴിവാക്കിക്കോ, അത് നിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ വാപ്പ സ്വർഗത്തിന്റെ നടുവിലെ വാതിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹബ്ബ അൻ യസ്ല അബാഹു ഫീ ഖബ്രിഹി, ഖബറിൽ കിടക്കുന്ന വാപ്പക്ക് ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയസ്ൽ ഇഖ്വാന അബീഹി മിൻ ബഅദിഹി, വാപ്പയുടെ മരണശേഷം വാപ്പയുടെ സഹോദരങ്ങൾക്ക് നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുക്കുകയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് അങ്ങനെയാ തങ്ങൾ പെരുമാറിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബീവിയുടെ മരണശേഷം ബീവിയുടെ കൂട്ടുകാരികൾക്ക് തങ്ങൾ സമ്മാനങ്ങൾ കൊടുത്തയക്കുമായിരുന്നു. ഇഖ്വാനു ഖദീജ കാനത്ത് അതീന അയ്യാമ ഖദീജ. ഒരു വല്യമ്മ വന്നു, പ്രായമുള്ളൊരു ഉമ്മ, ഒരുപാട് നേരം ഹബീബിനോട് സംസാരിച്ചു, നല്ല പ്രായമുള്ളൊരു ഉമ്മ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിച്ചു, പൊന്നാര നബിയെ, ആ പ്രായമുള്ള ഉമ്മയോട് അങ്ങ് ഒരുപാട് നേരം അവരുടെ പരാതിയും സംശയവും ചോദ്യങ്ങളൊക്കെ കേട്ട് ഒരുപാട് സമയം അങ്ങ് ചെലവഴിച്ചല്ലേ? അതേ ആയിഷ, എനിക്കൊരു സംശയം തങ്ങളെ, അങ്ങേക്ക് അവരെ എങ്ങനെ അറിയാന്ന് ചോദിച്ചു. ഖാനത്ത് അതീന അയ്യാമ ഖദീജ, അതാ മറുപടി. ഖദീജ ബീവി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖദീജയെ കാണാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരാറുണ്ടായിരുന്നൊരു പെണ്ണായിരുന്നു അവര്.
ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സമ്മാനം കിട്ടിയാലും എൻ്റെ ഖദീജ ജീവിച്ചിരിപ്പില്ലല്ലോ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറയും. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളരെ സഹികെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, പൊന്നാര നബിയെ, ഇങ്ങനെ മരണശേഷം പോലും നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് ആ ഹംറാഉ ശിദ്ഖൈൻ, തൊണ്ണ് ചമന്നു പോയിരുന്ന, പല്ല് പൊഴിഞ്ഞു പോയിട്ടേ, അന്ന് വെപ്പ് പോലൊന്നുമില്ലല്ലോ, പല്ല് പോയിട്ട് തൊണ്ണ് കണ്ടിരുന്ന, ചെമന്ന തൊണ്ണുണ്ടായിരുന്ന ഒരു പ്രായമുള്ള ഒരു പെണ്ണായിരുന്നില്ലേ ഖദീജ ബീവി. ആയിഷ ബീവി കണ്ടിട്ടില്ല ഖദീജ ബീവിയെ റളിയല്ലാഹു അൻഹുമ. ആയിഷ ബീവി കണ്ടിട്ടില്ല ഖദീജ ബീവിയെ. ബീവി പറയാറുണ്ട്, എനിക്ക് ഇത്ര അസൂയ തോന്നി വേറെ ഭാര്യ നബി തങ്ങൾക്കില്ല, ഞാൻ ഖദീജ ബീവിയെ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഖദീജ തങ്ങൾ ബീവിയോട് പുണ്യനബി കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നബി തങ്ങളോട്, നബി തങ്ങളെ വഖദ് അബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജ ബീവിയേക്കാളും ഖൈറായവരെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലേ എന്ന് പറഞ്ഞ് ബീവി സ്വന്തത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, ഇല്ല, ഒരിക്കലുമില്ല, എൻ്റെ ഖദീജയെക്കാളും നിങ്ങൾക്കൊന്നും ഖൈറാവാൻ പറ്റിയിട്ടില്ല. വഖാനലി മിൻഹാ വലദ്, എനിക്ക് മക്കൾ ജനിച്ച എൻ്റെ ഭാര്യയാണ് അവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വാസാനി ബിമാലിഹാ വനഫ്സിഹ, അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും എനിക്ക് ആശ്വാസം തന്നിരുന്ന മഹദിയാണത്. അവരുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എൻ്റെ മനസ്സിന് താങ്ങും തണലുമായിരുന്ന മഹദിയായിരുന്നു ഖദീജ. അത്രയൊന്നും നിങ്ങളെ കൊണ്ടായിട്ടില്ല ആയിഷ ബീവി എന്ന് ആ പ്രായമായ വാർദ്ധക്യത്തിൽ മരിച്ചുപോയ ഖദീജ ബീവിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ റമളാനാണ്, ഖിയാമുൽ ലൈലും രാത്രി നിസ്കാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു പ്രതിഫലം കിട്ടാനുള്ള, കൂലി കിട്ടാനുള്ള മറ്റൊരു മാർഗം, രാത്രി ഖിയാമുൽ ലൈൽ നമ്മൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ അത് തഹജ്ജുദാണ്. രാത്രി ഉറങ്ങിയാൽ തന്നെ തഹജ്ജുദിൻ്റെ കൂലി കിട്ടും. ഇപ്പോൾ ഇശാമാരിയുടെ ഇടയിൽ ഉറങ്ങാൻ പാടില്ല എന്നാൽ ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക, ആൾക്ക് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ തഹജ്ജുദിൻ്റെ കൂലി കിട്ടുന്നതാണ്. പക്ഷേ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, രാത്രി ഉറക്കം വരുന്നില്ല, എന്ത് ചെയ്യും? റെഡ് ബുൾ അടിച്ചിട്ടോ എന്തുകൊണ്ടാണ് നല്ല ഉറക്കം വരുന്നില്ല, അല്ലെങ്കിൽ പകലിഷ്ടം പോലെ ഉറങ്ങിയ ആളാണ്, രാത്രി ഉറക്കം വരുന്നില്ല. അങ്ങനത്തെ ഒരാൾക്ക് നിസ്കരിച്ചൂടെ? നിസ്കരിക്കും. അതിന് തഹജ്ജുദ് എന്ന് പറയില്ല, ഖിയാമുൽ ലൈൽ എന്ന് പറയും, രാത്രി നിസ്കാരം എന്ന് പറയും, കുഴപ്പമൊന്നുമില്ല. രാത്രി ഉറങ്ങി നിസ്കരിക്കുമ്പോൾ തഹജ്ജുദ് എന്ന് പറയും, ഇല്ല ഖിയാമുൽ ലൈൽ. രണ്ടും ഏകദേശം ഒരേ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിർബന്ധമായും ബ്രഷ് ചെയ്തിട്ടേ നിസ്കരിക്കാൻ നിൽക്കാവൂ. സുബഹിക്ക് മുമ്പൊക്കെ നമ്മൾ ആ വാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ തഹജ്ജുദിൻ്റെ കൂലി കിട്ടും. പക്ഷേ ബ്രഷ് ചെയ്യണം, അത് മറക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അതിന് രാവിലെ ആ ജോലിക്ക് പോകുന്ന ആ നേരത്തന്നെ ബ്രഷ് ചെയ്യാം. ഉസ്മാൻ അങ്ങനെ അതിലേ തലയാട്ടുന്നുണ്ട്. അപ്പം ഉസ്മാൻ അങ്ങനെ ചെയ്യണ്ട, എണീക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ബ്രഷ് ചെയ്യുക, എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുക. വീണ്ടും ഉറങ്ങി വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്യണം. റമദാനൊക്കെ ആവുന്ന പേസ്റ്റ് ഉപയോഗിക്കേണ്ട, അല്ലാണ്ടൊന്ന് വായ വൃത്തിയാക്കാമല്ലോ. വായിൽ ദുർഗന്ധമുണ്ടെങ്കിൽ വായ എന്ത് ചെയ്യണം? വൃത്തിയാക്കണം. പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ റമദാൻ്റെ പകലിൽ അതെങ്ങാനും തൊണ്ടയിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ നോമ്പ് ബാത്തിലാവും. അപ്പോൾ വെറുതെ റിസ്ക് നിൽക്കേണ്ടെന്ന് മാത്രം. ഓക്കെ. പക്ഷെ വായക്ക് നാറ്റം തോന്നുന്നുണ്ടോ? ഇപ്പോൾ വായുടെ നാറ്റം അള്ളാഹുവിൻ്റെ അടുത്ത് കസ്തൂരിയേക്കാൾ ഗന്ധമുണ്ട് എന്നാണ് ഹദീസ്. അത് വിചാരിച്ച് ആ കസ്തൂരി എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കണം എന്നൊന്നും അതിന് പറഞ്ഞിട്ടില്ല. മനുഷ്യന്മാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ദുർഗന്ധമായിരിക്കും, പക്ഷെ അള്ളാഹിൻ്റെ അടുത്തത് വലിയ പുണ്യമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നോമ്പുകാരൻ്റെ നോമ്പ് എന്ന ത്യാഗം കൊണ്ടുണ്ടാകുന്ന ദുർഗന്ധം പോലും സുഗന്ധമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിർബന്ധമായും ബ്രഷ് ചെയ്യണം. അതിന് വലിയ കൂലിയാണ്. അള്ളാഹുവിൻ്റെ മലക്ക് നമ്മുടെ വായുടെ അടുത്ത് വന്ന് വായ വെക്കും, നമ്മുടെ വായയോട് ചേർത്ത് മലക്കിൻ്റെ വായ വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ഖാമ അഹദുകും യുസല്ലി മിനൽ ലൈൽ ഫൽയസ്തക്, നിങ്ങൾ ആരെങ്കിലും രാത്രിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഫൽയസ്തക്, സിവാക്ക് ഉപയോഗിക്കണം, മിസ്വാക്ക് ഉപയോഗിക്കണം. ഫഇന്ന അഹദകും ഇദാ ഖറഅ ഫീ സ്വലാത്തിഹി, നിങ്ങൾ ആരെങ്കിലും നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ വദഅ മലക്കും മിനൽ മലായികതി ഫാഹു അലാ ഫീഹി, മലക്കിന്റെ വായ നിങ്ങളുടെ വായയോട് ചേർത്ത് വെക്കും. വലാ യഖ്റുജു മിൻ ഫീഹി ഷൈഉൻ ഇല്ലാ ദഖല ഫമൽ മലിക്, വായയിൽ നിന്ന് നമ്മൾ എന്തുച്ചരിക്കുന്നുണ്ടോ ആ വചനങ്ങൾ മലക്കിന്റെ വായയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമാ യഖ്റഉ ഇല്ലാ ഫീ വഇദാ ലം യസ്തന്ന, നമ്മൾ മിസ്വാക്ക് ചെയ്യാതെയാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത്, വായയിൽ നാറ്റമുണ്ടെങ്കിൽ അത്വാഫ ബിഹി വലം യദഅ ഫാഹു അലാ ഫീഹി, വായ നാറ്റമുള്ളവരുടെ അടുത്ത് മലക്ക് വന്ന് നിൽക്കും, പക്ഷേ വായയോട് ചേർത്ത് വെക്കുകയില്ല എന്ന്
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു ബിസ്വാക്ക് ചെയ്താൽ ഇത്ര പ്രതിഫലം ഉണ്ടല്ലോ. ഒരു മലക്ക് നമ്മുടെ വായയോട് മലക്കിൻ്റെ വായ ചേർത്ത് വെക്കുന്നു. അതൊരു ഇൻവിസിബിൾ റലമിൽ ജീവിക്കുന്ന മഹാന്മാരാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ. സ്വഹാബിമാരൊക്കെ ഒരുപാട് മലക്കുകളെ കണ്ടു. ബദറിലൊക്കെ 5000 മലക്കുകൾ ഇറങ്ങിയിടത്തൊക്കെ അഖ്ബിൽ യാ ഹൈസൂം. സഅദ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ എൻ്റെ മുമ്പിൽ ഒരു ശത്രു ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഞാൻ പോകുമ്പോഴേക്കും ചാട്ടവാറിൻ്റെ ഒരു അടി കണ്ടു. എൻ്റെ കയ്യിൽ ചാട്ടവാറില്ലായിരുന്നു. അടിയുടെ ശബ്ദം കേട്ടു, മുഖത്തിൻ്റെ ഒരു മാർക്കും ചോരയും. തങ്ങളോട് വന്ന് പറഞ്ഞു കൊടുത്തു. തങ്ങൾ പറഞ്ഞു, ദാക മലക്കും മിനൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കിൽപ്പെട്ടൊരു മലക്കാണത്. പിന്നെയുണ്ട് വേറൊരു ഒരു വിളിയാളം കേൾക്കുന്നു, അഖ്ബിൽ യാ ഹൈസൂം, ഹൈസൂം മുന്നോട്ട് പോ. ആരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയേ സല്ലല്ലാഹു, ഞാൻ ഇങ്ങനെ കേട്ടു, അഖ്ബിൽ യാ ഹൈസൂം, ഹൈസൂമേ മുന്നോട്ട് പോ. ദാക മലക്കുൻ മിനൽ മലായിക, അത് അള്ളാഹുവിൻ്റെ മലക്കിൽപ്പെട്ടൊരു മലക്കിൻ്റെ പേരാണ് ഹൈസൂം. ആ മലക്ക് യുദ്ധത്തിൽ ആ മലക്കിനോട് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി മലക്കുകളുടെ നേതാവ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. സ്വഹാബികളൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട് അവർ. ലുബാബ എന്ന് പറയുന്ന ഒരു മഹദി, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ് ലുബാബ ബീവി. അബൂ റാഫിഅ തങ്ങളൊരു കഥ പറയുന്നുണ്ട്. അവര് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അബൂ ലഹബ് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ബദറിൽ കൊല്ലപ്പെട്ട ആളല്ല. അബൂ ലഹബ് തങ്ങളുടെ മുത്താപ്പയായിരുന്ന ആൾ, പക്ഷേ ദുഷ്ടനായിരുന്നു. തബ്ബത്തി യദാ അബീ ലഹബിൻ വതബ് എന്ന് പറഞ്ഞു. മുഖം ഭയങ്കര പ്രകാശമായിരുന്നു അബൂ ലഹബിന്. ഭയങ്കര ഭംഗിയുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അബൂ ലഹബ് എന്ന് പറയാൻ കാരണം തന്നെ. ലഹബ് എന്ന് പറഞ്ഞാൽ ഫ്ലെയിം, തീനാളം എന്നാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് കവിളിൽ ചുവപ്പുണ്ട്. ഒരു ചുവപ്പ് എന്ന് പറയുന്നത് കുട്ടികളെ പൗഡർ ഇട്ട് ചുവപ്പിക്കൂലേ, അത് ഒറിജിനൽ നാച്ചുറലായിട്ടുണ്ടായിരുന്നു മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ മഹാനല്ല ആര്, അബൂ ലഹബിന് അള്ളാഹു ലഅനത്ത് ചെയ്ത ആളാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഹബീബായ തങ്ങളുടെ മുത്താപ്പ. ഞാൻ ആ പറഞ്ഞ വാക്ക് പഴച്ചപ്പോഴേ ഞാൻ ഓർക്കുക, ഞങ്ങളുടെ ഉസ്താദ് തൊയ്യിഫ് ഫൈസി ഉസ്താദ് CH ഹൈദറുസ് മുസ്ലിയാരുടെ മോനെ തൊയ്യിഫയിൽ കുറേ കാലം ദുബൈ സുന്നി സെൻറ്ററിലുണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദ് നല്ല പ്രഭാഷകനായിരുന്നു. ഞങ്ങൾക്ക് 2 വർഷം ദാറുൽ ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രഭാഷണ കലയെക്കുറിച്ച് പറഞ്ഞു തന്നപ്പോൾ ഉസ്താദ് ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അപ്പം നമ്മൾ പറയുന്നിടത്ത് എന്തെങ്കിലും തെറ്റിപ്പോയാൽ അതിനെ ശരിയാക്കാനുള്ള ഒരു കഴിവ്, അതിനെ സെൻറ്റൻസ് കൊണ്ട് കവർ ചെയ്യണമെന്ന. ഇപ്പോൾ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞു തുടങ്ങി. അബൂലഹബിനെ പറ്റിയാണ് പറയാൻ പോണത്. അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ അബൂലഹബ് അങ്ങനെ പോണെന്നാണ്. ഇബ്ലീസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞു തുടങ്ങേണ്ടതാണ്. അത് പറയാതെ വേറെ ഏതെങ്കിലും ഒരു പ്രയോഗത്തിലൂടെ തോന്നുക, അങ്ങനെ കയറിപ്പോവുകയാണെങ്കിൽ മഹാനായ പുണ്യ നബിയുടെ ശത്രുവായിരുന്ന ഇബ്ലീസ്. അപ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്യണം. അങ്ങനെ അല്ല, സോറി അറിയാൻ പറ്റില്ലല്ലോ അത് പറയുമ്പോഴേ. അത് അയച്ചാങ്കുറ്റം പറഞ്ഞുതരാം, അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഒരു സ്കില്ല് വേണമെന്ന് പണ്ട് സാഹിത്യ സമാജത്തിന് വേദ പറയാൻ നിൽക്കുമ്പോൾ, പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു തന്നത്, കുറേ കൊല്ലത്തെ മുമ്പത്തെ കഥയെ പറയണത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ ഉസ്താദിന്. എൻ്റെ ഉസ്താദും കൂടിയാണ്. അതിലേറെ സൗഹൃദമുള്ളൊരു ഉസ്താദാണ്. വളരെ സൗഹൃദം, അങ്ങനെയാണ് ഞങ്ങൾ, ചങ്ങാത്തമാണ്, എല്ലാ തമാശയും പറയും. അങ്ങനത്തെ ഒരു മഹാൻ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ആമീൻ. അപ്പോൾ ലുബാബ ബീവിൻ്റെ കഥ. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്ന് ബദർ യുദ്ധത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ പക്ഷത്തായിരുന്നു. ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം പറയേണ്ട സമയമല്ല, ഓർമ്മകളാണ് പറഞ്ഞോട്ടെ. ഇതെന്തിനാ പറയണമെന്നറിയോ? ഞാൻ മറന്നാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരും ഈ വേള സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ ഉമ്മമാരും പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ടാവും, യാത്ര ചെയ്യുന്നവരൊക്കെ. ഒരുപക്ഷെ ഞാൻ എവിടെ പറഞ്ഞു എന്ത് പറഞ്ഞു എന്ന് പോലും ഞാൻ മറന്നുപോയത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഇൽമ് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഒരുപക്ഷെ നിങ്ങൾ മറന്നാലും കേൾക്കുന്നവർ നല്ല ഓർമ്മയുള്ളവരുണ്ടാവും. അപ്പോൾ ആ ഇൽമ അവിടെ നിലനിൽക്കൂലേ, അതിനു വേണ്ടി. അപ്പോൾ നമ്മുടെ റമദാൻ്റെ കോണ്ടെക്സ്റ്റ് നല്ലത് ഈ മലക്കുകളുടെ വിഷയം വന്നപ്പോൾ ഓർമ്മ വന്നതാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അബ്ബാസ് റളിയല്ലാഹു ഭയങ്കര സൈസുള്ള ആളായിരുന്നു, ഭയങ്കര ഹൈറ്റും വെയിറ്റ് ആയിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ മിനിമം 2 മൈൽ അപ്പുറത്ത് കേൾക്കുമായിരുന്നു എന്നാ.
അപ്പോൾ 3.5 കിലോമീറ്റർ കേൾക്കും. 3 കിലോമീറ്ററൊക്കെ അപ്പുറത്തേക്ക് എന്തായിരിക്കും ആ സൗണ്ട്? ഭയങ്കരമായ ആജാനുബാഹുവായ ആളായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ എളാപ്പയാണത്. നബി തങ്ങളുടെ ഉപ്പ അബ്ദുല്ലാഹി തങ്ങൾക്ക് അവർ വഫാത്തായതിന് ശേഷം ജനിച്ചു എന്നോ അല്ലെങ്കിൽ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. തങ്ങളുടെ ഉപ്പയുടെ അനുജനാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. തങ്ങളുടെ എളാപ്പയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഭയങ്കര ഹൈറ്റായിരുന്നു. അപ്പോൾ അബുൽ യുസ്ർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നൊരു സ്വഹാബിയുണ്ട്, അബുൽ യുസ്ർ. അവർ ഭയങ്കര ഹൈറ്റ് കുറഞ്ഞൊരാളായിരുന്നു. വളരെ ഹൈറ്റ് കുറേ, കുട്ടീൻ്റെ അത്രയേ ഉള്ളൂ. ഒരു 5-6 വയസ്സായ കുട്ടിയുടെ ഹൈറ്റ് എന്താണോ നോർമൽ, അത്ര ഹൈറ്റ് ഉണ്ടായിരുന്ന ആളാണ് അബുൽ യുസ്ർ റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധത്തിൽ അബ്ബാസ് എന്നവർ യുദ്ധം ചെയ്യാൻ വന്നത് ശത്രുപക്ഷത്താ. പക്ഷെ അന്ന് മഹാനവറുകൾ മുസ്ലിമായിരുന്നു, അത് ഇസ്ലാം മറച്ചു വെച്ചതായിരുന്നു. തങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ല, ആയുധമെടുത്തിട്ടില്ല, പക്ഷെ ശത്രുപക്ഷത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അബ്ബാസ് എന്നവരെ പിടിച്ചു കൊണ്ടുവരികയാണ് അബുൽ യുസ്ർ റളിയല്ലാഹു അൻഹു. ഇത് കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഈ ഹൈറ്റില്ലാത്ത ഈ ചെറിയ ആളെങ്ങനെ ഇത്ര വലിയ ആജാനുബാഹുവായ മനുഷ്യനെ കയറും കെട്ടി കൊണ്ടുവരാൻ, നടത്തിക്കൊണ്ടുവരാൻ? എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാവരും ചോദിച്ചു ഇതെങ്ങനെ? അങ്ങനെ മഹാനവറുകൾ നബി തങ്ങളോട് പറഞ്ഞു, പൊന്നാര നബിയെ, ഞാൻ അന്ന് ശത്രുപക്ഷത്തുള്ളവരെ ഒളിച്ചോടുമ്പോൾ, യുദ്ധക്കളം വിട്ട് ഓടിക്കളയുമ്പോൾ, പരാജയപ്പെടുമ്പോൾ യുദ്ധ തടവുകാരെ പിടിച്ചുകൊണ്ടുവരും. ആ പിടിച്ചുകൊണ്ടുവരലായി കൊണ്ടുവരുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾക്കത് എങ്ങനെ സാധിച്ചു എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഇത് എന്നെ കൊണ്ട് പറ്റിയതല്ല. ഞാൻ അബ്ബാസ് എന്നവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരാൾ കയറിട്ട് പിടിച്ച് എൻ്റെ മുമ്പിലേക്ക് വലിച്ചു തന്ന് കയറ് പിടിച്ചിട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞതാ നബിയെ, ഞാൻ അതും പിടിച്ചു പോകുന്നതാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ മലക്കുകൾ ചെയ്തതായിരുന്നു. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ മക്കയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അബൂലഹബ് ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ പരാജയം ഉൾക്കൊള്ളാൻ കഴിയാതെ. അപ്പോൾ മഹാനായ അബൂ റാഫി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അന്ന് മുസ്ലിമാണ്, പക്ഷേ അന്ന് ഇസ്ലാം മറച്ചു വെക്കുകയാണ്. ലുബാബ ബീവിയും അബ്ബാസ് എന്നവരുടെ ഭാര്യ ലുബാബ ബീവിയും മുസ്ലിമച്ചാണ്, പക്ഷെ അവർ ആരും അറിയാതെ ഇസ്ലാം ഉള്ളിലാണ്. അബ്ബാസ് എന്നവർ മുസ്ലിമാണ്, പക്ഷേ ഖുറൈശിയുടെ കണക്കിൽ അവരൊക്കെ അവരുടെ പക്ഷത്താണെന്ന് അവരുടെ തോന്നല്. അങ്ങനെ അബൂ റാഫി എന്നവർ യുദ്ധത്തിൻ്റെ കഥ പറയാണ്. അപ്പോൾ ഈ മലക്കുകളെ കണ്ട കഥ പറഞ്ഞു. ഞങ്ങൾ ബദറിലെത്തിയപ്പോൾ ഭീകരന്മാരായ ആളുകൾ ഞങ്ങൾക്കിടയിലൂടെ നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ മനുഷ്യരല്ല, നല്ല വെള്ള തലപ്പാവുള്ള, നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ കണ്ണിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് കാഫിര്യങ്ങളാണ് കണ്ടത്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ അബൂലഹബ് അബൂ ലുബാബയുടെ തലക്കൊരടി കൊടുത്തു. നീ അവരെ വല്ലാതെ പൊക്കി പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു അടി കൊടുത്തു. ഈ അടിച്ചപ്പോൾ ലുബാബ ബീവി കൈ കിട്ടിയ ഒരു വടി കൊണ്ട് അബൂ ലഹബിന്റെ തലക്കും കൊടുത്തു. പിന്നെ ബോധം തെളിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ കോണ്ടെക്സ്റ്റ് എന്താ? അബൂ റാഫി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കണ്ട ഈ അത്ഭുതങ്ങൾ അദ്ദേഹം അബ്ബാസ് എന്നവരിത് കേൾക്കുകയാണ്. അബ്ബാസ് എന്നവർക്ക് അറിയാം ഇവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെയല്ല, ഇസ്ലാം സത്യമാണ്, പുണ്യനബി സത്യസന്ധരായ നബിയ. അത് മഹാനവൾക്കും അറിയാം, ബീവി ലുബാബ ബീവിക്കും അറിയാം. പക്ഷെ അവരാരും എന്ത് ചെയ്തിട്ടില്ല, പുറത്തു പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ബദറിൽ നടന്ന ഈ മലക്കുകളുള്ള കാഴ്ചയൊക്കെ ശത്രുക്കൾ പോലും കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശത്രുക്കൾ പോലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കാരണം. സ്വഹാബികൾ കണ്ടിട്ടുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ ശരിക്കും കണ്ടിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം കുതിരയുടെ മൂക്ക് കയറി പിടിച്ച് പോകുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ തങ്ങൾ പറയാൻ, നബിയെ തുടങ്ങിക്കോളൂ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ തങ്ങൾ മുമ്പിൽ ഓടിയിട്ടുണ്ട് കുതിരയുടെ മൂക്ക് കയറി പിടിച്ചിട്ട്. ഇതൊക്കെ നടന്ന സ്ഥലമാണിത്. യാ അല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ വായിലേക്ക് വായ ചേർത്ത് വെക്കും എന്ന് പറഞ്ഞു. എപ്പോൾ? രാത്രി നിസ്കാരത്തിന് മിസ്വാക്ക് ചെയ്ത് ബ്രഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിസ്കരിക്കാൻ നിൽക്കുക. ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. മനുഷ്യർക്ക് പ്രയാസമുള്ളത്, മനുഷ്യർക്ക് അനുഭവിക്കാൻ ബുദ്ധിമുട്ടുള്ളത് മലക്കുകൾക്കും അനുഭവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ പച്ചയായ ഉള്ളിയോ ഒക്കെ തിന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കരുത് എന്ന് പറയാം. വായ വൃത്തിയാക്കണം. സംഗതി നല്ലത്, കൊളസ്ട്രോൾ പോകാനൊക്കെ നല്ലതായിരിക്കും ഈ പച്ച ഉള്ളിയൊക്കെ. പക്ഷേ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അതൊരു ദുർഗന്ധമുള്ള അവസ്ഥയാണെങ്കിൽ നിർബന്ധമായും വായ വൃത്തിയാക്കിയിട്ട് നിസ്കരിക്കാൻ നിൽക്കാവൂ. ജമാഅത്തിന് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ചും
ഓരോരുത്തർക്കും സുജൂദിൽ ഇങ്ങനെ കിടക്കുമ്പോഴൊരു ഏമ്പക്കം വിടാൻ എന്തൊക്കെ ടേസ്റ്റായെന്ന് വരികയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒന്ന് ഓവറായിട്ട് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ബ്രഷും ചെയ്യാതെ വന്നിട്ട് ദുർഗന്ധം ഉണ്ടാക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കരുത്. കാരണം മനുഷ്യർക്ക് ബുദ്ധിമുട്ടുള്ള മലക്കുകൾക്ക് ബുദ്ധിമുട്ടാണ്, മലക്കുകൾക്ക് പ്രയാസം ഉണ്ടാവുന്നുണ്ട്. തങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. മനുഷ്യർക്ക് ബുദ്ധിമുട്ടുള്ളത് മലക്കുകൾക്ക് പ്രയാസമാണ്, അതുകൊണ്ട് നിങ്ങൾ അവരെ പരിഗണിക്കണം, അതുകൊണ്ട് വായു വൃത്തിയാവണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വീട്ടിൽ വന്ന് ആദ്യം ചെയ്യുന്ന പണി എന്താ? ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ തങ്ങളൊരു യാത്ര കഴിഞ്ഞ് വന്ന് ആദ്യം ചെയ്യൽ എന്താണെന്നറിയോ? ബ്രഷ് ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ യാത്രയിൽ നമുക്ക് ബ്രഷ് ചെയ്യാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. ദീർഘയാത്രയോ മുസഫി പോയി വരുമ്പോൾ അങ്ങ് ബ്രഷ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്. ദീർഘയാത്ര പോകുമ്പോൾ തങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ബ്രഷ് ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം തങ്ങളുടെ മഹല്ലിലെ മസ്ജിദിൽ 2 റക്അത്ത് നിസ്കരിക്കും. അതൊരു സുന്നത്താണ് കേട്ടോ. ഗൾഫിൽ നിന്നൊക്കെ നമ്മൾ നാട്ടിലേക്ക് പോവാണ്, നമ്മുടെ മഹല്ലിലെ ഇപ്പോൾ പക്ഷേ കക്കാടൊക്കെ പോലെ കക്കാടത്തെ പള്ളിയിൽ നിസ്കരിക്കുക. അപ്പോൾ അവിടുത്തെ പള്ളിയിൽ നിസ്കരിച്ചിട്ട്, കണ്ണൂർ കക്കാടുണ്ട്, മലപ്പുറത്തും ചെമ്മാടും കക്കാടുണ്ട്, കണ്ണൂർ കക്കാടാണ്. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് പോവുക. ഓർമ്മ ഉണ്ടല്ലോ, ഞങ്ങൾ ചെയ്തേക്കാം. സത്താർച്ച കുന്നുംകൈയിൽ പള്ളിയില്ലേ ഉണ്ട്, മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ മഹല്ലിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോവുക, എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ബ്രഷ് ചെയ്യുക. അത് തങ്ങളുടെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പിന്നെ കുട്ടികളൊക്കെ കളിപ്പിക്കേ. ഉസ്മാൻ ഇപ്പോൾ നാട്ടിൽ പോകാൻ പുതിയ തുടങ്ങിയാണ്, ഇപ്പോൾ വന്നിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലെ ഇവിടെ ഒരുപാട് ആളുകൾ വർഷങ്ങളായി പോകാൻ പറ്റാത്തവരുണ്ട്. അള്ളാഹുവിൻ്റെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കട്ടെ. ഒരുപാട് വെറുതെ കേസിൽ കൊടുക്കും, ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, വെറുതെ നിരപരാധികളായിരിക്കും, പക്ഷേ കോടതിക്ക് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ജയിലിൽ കിടക്കുന്ന ആളുകൾ, നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത ആളുകൾ, ഒരുപാട് കോംപ്ലിക്കേഷൻ, പേപ്പർ വർക്ക് ശരിയാവാത്ത ആളുകൾ, അള്ളാഹുവർക്കൊക്കെ മോചനം നൽകട്ടെ. അള്ളാഹുയുടെ വിഷയങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ. നമ്മുടെ സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്ന റഹീം അടക്കം ഒരുപാട് ആളുകൾ, എല്ലാവർക്കും അള്ളാഹു വളരെ പെട്ടെന്ന് മോചനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. إذا تطهر الرجل ثم مر إلى المسجد يرعى الصلاة ما خرجه إلا الصلاة كتب له كاتبه بكل خطوة يخطوها إلى المسجد 10 حسنات. ഇമാം അഹ്മദ് എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ പറയുകയാണ്, ഇദാ തതഹറ റജുലു, പുരുഷന്മാർ പള്ളിയിലേക്ക് പോയിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഇദാ തതഹറ റജുലു, ഒരു പുരുഷൻ ശുദ്ധി വരുത്തി, സുമ്മ മർറ ഇലൽ മസ്ജിദ്, എന്നിട്ട് പള്ളിയിലേക്ക് നടന്നുപോയി. വീട്ടിൽ നിന്ന് ഒതുകൊടുത്ത് പോവുക. പള്ളിയിൽ പോയാൽ ഒതുകൊടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിൽ നമുക്ക് ഒതുകൊടുക്കാൻ സൗകര്യമുണ്ടോ ആ സൗകര്യം ഉപയോഗപ്പെടുത്തി വീട്ടിൽ നിന്ന് ഒതുകൊടുത്ത് പോകുന്നത് വലിയ കൂലിയാണ്. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും പള്ളിയിൽ ഒതുകൊടുക്കുന്നതിനേക്കാളും കൂലി വീട്ടിൽ നിന്ന് ഒതുകൊടുത്ത് പോകലാണ്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ ഖുബാ പള്ളിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മൻ തതഹറ ഫീ ബൈതിഹി ثم أتى هذا المسجد فصلى فيه. വീട്ടിൽ നിന്ന് ഉളു എടുത്തിട്ട് റൂമിൽ നിന്ന് ഉളു എടുത്തിട്ട് മസ്ജിദ് ഖുബയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ, ദുഹാ നിസ്കരിച്ചാൽ ഉംറയുടെ കൂലിയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വീട്ടിൽ നിന്ന് ഉളു എടുത്ത് വരിക. ഇവിടെയും അങ്ങനെയാണ് പറയുന്നത്, ഇദാ തതഹറ റജുലു ثم مر إلى المسجد يرعى الصلاة, നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും നിസ്കാരം ആഗ്രഹിച്ചുകൊണ്ടും പള്ളിയിലേക്ക് നടന്നുപോയി. മാ അഖ്റജഹു ഇല്ല الصلاة, നിസ്കരിക്കാൻ വേണ്ടി പോയതാണ് ആ പള്ളിയിലേക്ക്. കതബലഹു കാതിബുഹു, തോളിലിരിക്കുന്ന നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകളുണ്ടല്ലോ, റഖീബ് അലൈഹിസ്സലാം, നന്മ എഴുതുന്ന മലക്ക് ഓരോ കാൽവെപ്പിനും 10 ഹസനാത്തിൻ, 10 നന്മകളായി രേഖപ്പെടുത്തുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഖാഇദു യർഅസ്സലാ, നേരത്തെ എത്തി, ബാങ്ക് കൊടുക്കാൻ സമയമുണ്ട്, ഇഖാമത്തിന് സമയമുണ്ട്, നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ ഇരിക്കുന്നതും വലിയ കൂലിയാണ്. അൽ ഖാഇദ്, ഇരിക്കുന്ന ആള്, കൽ ഖാനിതി യുക്തബു മിനൽ മുസല്ലീൻ, രാത്രി നിസ്കരിക്കുന്ന ആളുടെ കൂലിയാണ്. ഖിയാമുൽ ലൈലോ തഹജ്ജുദോ രാത്രി നിസ്കരിക്കുന്ന ഒരാളിന് കിട്ടുന്ന കൂലി നേരത്തെ പള്ളിയിൽ പോയി ഇഖാമത്ത് പ്രതീക്ഷിച്ച് അവിടെ ഇരുന്നാൽ കിട്ടുന്നു. അത് വെറുതെ ഇരിക്കുന്ന ഇരുത്തമല്ല, നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലും കൂലിയാണ്. വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചു വരുന്നത് വരെ രാത്രി നിസ്കരിച്ച കൂലി കിട്ടും. അത്രയും സമയം രാത്രിയിൽ നിസ്കരിച്ച കൂലി കിട്ടും നിസ്കാരം പ്രതീക്ഷിച്ചിരുന്നാൽ അവിടെ. അതുകൊണ്ട് ഇത്തരം ചില സുന്നത്തുകളൊക്കെ മത്റൂഖായ ആളുകൾ അറിയാതെ ശ്രദ്ധിക്കാതെ പോകുന്ന സുന്നത്തുകളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക ഈ റമളാനിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖസ്ലത്താൻ,
രണ്ട് വിഷയം. ലാ യുഹാഫിദു അലൈഹിമാ അബ്ദുൻ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ അത് കൊണ്ടു നടന്നാൽ ദഖലൽ ജന്ന, അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ വഹുമാ യസീർ, അത് വളരെ എളുപ്പമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, അവർക്ക് സ്വർഗ്ഗമുണ്ട്. ഈ സ്വർഗ്ഗം ഉണ്ടെന്ന് പറയുമ്പോഴേ യൂട്യൂബുകാർ അപ്പം ക്യാപ്ഷൻ ഉണ്ടാക്കി വിടും, ദാ സ്വർഗ്ഗം കിട്ടാൻ ദാ ഇത്ര ചെയ്താൽ മതി എന്ന്. ഓരോർക്ക് ആളുകൾ കാണലേ ആവശ്യമുള്ളൂ. 5 വക്ത് നിസ്കരിക്കാത്ത ആൾ ഈ തസ്ബീഹ് ചൊല്ലി നടന്നാൽ സ്വർഗ്ഗം കിട്ടുമോ? സ്വർഗം കിട്ടാൻ ഒരുപാട് പണില്ലേ? സ്വർഗത്തിലേക്ക് പോകാൻ ഒരുപാട് നിസ്കാരം, നോമ്പും, ഹജ്ജും, സക്കാത്തൊക്കെ ചെയ്യണം. ചതി ചെയ്യാൻ പാടില്ല, കളവ് പറയാൻ